10ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാക്കനാടുള്ള അസിസി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായ ഋതിക് റോയ് എനിക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ടുണ്ട്. അതിലെ ഓരോ ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിക്കാം. ദ ഫോർത്ത് ടേം ഫ്രം ദ എൻഡ് ഓഫ് എൻ AP -11, -8, -5 അപ് ടു 49. ഈ തന്നിരിക്കുന്ന APയുടെ നാലാമത്തെ ടേം എവിടെ നിന്നാണ്? ഇവിടെ നിന്നുള്ള നാലാമത്തെ ടേം അല്ല, പുറകിൽ നിന്ന് ഇങ്ങോട്ടുള്ള നാലാമത്തെ ടേം, ഫോർത്ത് ടേം ഫ്രം ദ എൻഡ്. അപ്പൊ ആദ്യം നമുക്ക് ഈ AP ഒന്ന് എഴുതാം. നമുക്ക് തന്നിരിക്കുന്ന AP ഇതാണ്. അതേപോലെ തന്നെ ഒന്ന് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി. ഇത് ആദ്യത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം, അങ്ങനെ പോയി ഇത് അവസാനത്തെ ടേമാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവസാനത്തിൽ നിന്ന് നാലാം. അപ്പൊ പുറകിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇത് ഒന്നാമത്തെ ടേം ആവും, അതിന്റെ ഇപ്പുറത്തെ ടേം രണ്ടാമത്തെ, അതിന്റെ ഇപ്പുറത്തെ ടേം മൂന്നാമത്തെ, അത് അതിൽ നാലാമത്തെ ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണേ? തന്നിരിക്കുന്ന APയുടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതായത് രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്ത -8 -1, ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആകും. അപ്പോൾ -8 + 11, ഓപ്പോസിറ്റ് ചിഹ്നങ്ങൾ ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം പോസിറ്റീവാണ് 3. എഴുതിയില്ലെങ്കിലും അത് പോസിറ്റീവാണ്. അപ്പൊ കോമൺ ഡിഫറൻസ് 3 ആണ്. ഇനി നമ്മൾ റിവേഴ്സ് AP എഴുതുമ്പോൾ ഇത് ഒന്നാമത്തെ ടേം ആവും. മാത്രമല്ല ഇപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് +3 ആണെങ്കിൽ റിവേഴ്സ് APയിൽ കോമൺ ഡിഫറൻസ് -3 ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ +3 ആണ് എങ്കിൽ ഇവിടെ എന്താണോ സൈൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവും റിവേഴ്സ് APയുടെ കോമൺ ഡിഫറൻസ്. അപ്പൊ -3 ആണ് ആഡ് ചെയ്ത് പോകേണ്ടത്. ഇത് ഒന്നാമത്തെ ടേം ആവും. അപ്പൊ നമുക്ക് ഇത് എഴുതാം. ഒന്നാമത്തെ ടേം 49, അതിനോട് -3 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 3 കുറക്കുക. 3 കുറച്ച് കഴിഞ്ഞാൽ 46. രണ്ടാമത്തെ ടേം വീണ്ടും ഒരു 3 കുറച്ച് കഴിയുമ്പോൾ 43. മൂന്നാമത്തെ ടേം വീണ്ടും ഒരു 3 കുറച്ച് കഴിയുമ്പോൾ 40. നാലാമത്തെ ടേം. സോ നമ്മുടെ ആൻസർ നാലാമത്തെ ടേം ഫ്രം ദ എൻഡ്, പുറകിൽ നിന്ന് നാലാമത്തെ ടേം നമ്മൾ കണ്ടുപിടിച്ചു 40. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് x = a, y = b is a solution of the equations x + y = 5 and 2x - 3y = 4. Then the value of a and b. അതായത് x എന്ന് പറയുന്നത് a തന്നെയാണ്, y എന്ന് പറയുന്നത് b ആണ്. നമുക്കിവിടെ രണ്ട് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതിന്റെ ഈ രണ്ട് ലീനിയർ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കാം. x കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് a, y കണ്ടുപിടിച്ചാൽ അത് തന്നെയാണ് b. ഓക്കെ, നമുക്ക് ആദ്യം തന്ന ഇക്വേഷൻസ് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു. x + y = 5, 2x - 3y = 4. ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ചെയ്യാൻ പോണത്. y-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ x അപ്പുറത്തേക്ക് പോകും, 5 - x എന്നാവും. ഓക്കെ, y = ഈ x ഇപ്പുറത്തേക്ക് വന്നപ്പോൾ 5 - x. ഈ y-യുടെ ഈ വാല്യൂ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു, രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ 2x, അങ്ങനെ തന്നെ -3y, y-ക്ക് പകരം 5 - x ഇട്ട് കൊടുക്കുന്നു, = 4. ഇനി നമുക്ക് ഈ 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 അല്ല, -3 കൊണ്ട് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് അങ്ങനെ തന്നെ -3 × 5 -15, -3 × -x, മൈനസും കൂടി പ്ലസ് ആകും. പിന്നെ 3 × x, 3x = 4. 2x ഉം 3x കൂടി കൂട്ടിയാൽ 5x -15 = 4. 5x - 15 = 4. ഈ -15 അപ്പുറത്തേക്ക് ചെല്ലുന്നു, അപ്പോൾ +15 ആകുന്നു. 5x = 4 + 15. ഇത് 19 ആയി. x കണ്ടുപിടിക്കാൻ 5 അപ്പുറത്തേക്ക് ചെല്ലുന്നു, 19 / 5. ഇപ്പൊ തന്നെ 19 / 5 ഓപ്ഷൻ ഉള്ള ഒരെണ്ണമുള്ളൂ. വേണമെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് d ആണെന്ന് എഴുതാം. ബട്ട് നമുക്ക് y കൂടി ഒന്ന് കണ്ടുപിടിക്കാം. y = 5 - x എന്നാണ്. 5 - 19/5 എന്നാണ്. അപ്പൊ നമുക്കിവിടെ ഒരു 1 ഇട്ട് കൊടുക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 5s are 25. നോക്കുക, 5 5s are 25 -1 × 19, 19 / 1 × 5, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോ ഇവിടെ മൈനസ് ചെയ്യുന്നു, 6/5. അപ്പൊ നമുക്ക് x കിട്ടിയത് 19/5, y കിട്ടിയത് 6/5. x തന്നെയാണ് a, y തന്നെയാണ് b. അതായത് 19/5, 6/5, ഓപ്ഷൻ D. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നു 1/2 ഇതിന്റെ ഒരു റൂട്ടാണ്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ടാണെങ്കിൽ k യുടെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്ക് ഈ ഇക്വേഷൻ എടുത്തെഴുതാം. അത് അങ്ങനെ തന്നെ എടുത്തെഴുതി. 1/2 ഇതിന്റെ ഒരു റൂട്ടാണ് എങ്കിൽ x കിടക്കുന്ന സ്ഥലത്തെല്ലാം 1/2 കൊടുത്താൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. x സ്ക്വയറിന് പകരം 1/2 ഇട്ട് കൊടുത്തു, 1/2 സ്ക്വയർ പ്ലസ് k × x ന് പകരം 1/2 കൊടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് = 0. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് k × 1 k/2 -5/4 = 0. നമുക്ക് ഇവരെ രണ്ടുപേരെയും അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. k/2 ഇവിടെ നിർത്തി, -5/4 അപ്പുറത്ത് വന്നപ്പോൾ +5/4 ആയി, 1/4 അപ്പുറത്ത് വന്നപ്പോൾ -1/4 ആയി. ഇതിന്റെ ആൻസർ, ഇതിന്റെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്. അപ്പോൾ ഒറ്റ ഡിനോമിനേറ്റർ മതി. ഇനി മോളിലുള്ള ന്യൂമറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുക. 5 - 1 എന്ന് പറഞ്ഞാൽ 4, 4/4 എന്ന് പറഞ്ഞാൽ 1,
അതായത് കെ ബൈ 2 ഈക്വൽ ടു 1 ആണെങ്കിൽ കെയുടെ വാല്യൂ ഈ 2 അപ്പുറത്തേക്ക് വരുന്നു 1 ഇൻറ്റു 2 2. ഓപ്ഷൻ എ. നാലാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു എ പിയുടെ കോമൺ ഡിഫറൻസ് 5 ആണ്. A18 മൈനസ് A13 എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എഴുതാം A18 മൈനസ് A13 എന്ന് പറഞ്ഞാൽ 18ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ A പ്ലസ് 18 നിന്ന് 1 കുറക്കുമ്പോൾ 17D മൈനസ് ഈ മൈനസ് ആണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബ്രാക്കറ്റ് ഇടണം. 13ാമത്തെ ടേം A പ്ലസ് 13 നിന്ന് 1 കുറക്കുമ്പോൾ 12D. ഓക്കെ, ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് പൊട്ടിച്ച് എഴുതാം. ഈക്വൽ ടു A പ്ലസ് 17D മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുന്നു മൈനസ് A, അടുത്തതിന് മൈനസ് കൊടുക്കുന്നു മൈനസ് 12D. അപ്പോൾ ഇവിടെ നമുക്ക് A ഉണ്ട് മൈനസ് A ഉണ്ട്, ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി 17D മൈനസ് 12D. 17Dയിൽ നിന്ന് 12D കുറച്ചാൽ 5D. D ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് 5. 5 ഇൻറ്റു 5 ഈക്വൽ ടു 25. സോ ദിസ് ഈസ് അവർ ആൻസർ. അടുത്തത് ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്നു, അതിന് റിപ്പീറ്റഡ് റൂട്ട് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പീറ്റഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന് പരമാവധി 2 ആൻസർ ഉണ്ടാകാം. ആ 2 ആൻസറും ഒരേപോലുള്ള ആൻസർ ആണ് എന്നാണ് ഈ റിപ്പീറ്റഡ് റൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേപോലുള്ള ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതിന്റെ ഡിസ്ക്രിമിനന്റ് പരിശോധിച്ചാൽ മതി. ഡിസ്ക്രിമിനന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ബി സ്ക്വയർ മൈനസ് 4AC 0 ആണെങ്കിൽ ഇതിന് ഈക്വൽ റൂട്ട് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം, ഇതിന് റിപ്പീറ്റഡ് റൂട്ട് ആണോ എന്ന് പരിശോധിക്കാം. അതായത് ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ -6. ശ്രദ്ധിക്കണേ, ബി എന്ന് പറഞ്ഞാൽ -6. ഇവിടെ താഴത്തെ -6 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കണം 3 ഇൻറ്റു സി എന്ന് പറയുന്നതും 3. ഓക്കെ, ഈക്വൽ ടു -6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. -3 3s are 9. 9 ഇൻറ്റു 4 36 ആണ്. ഈക്വൽ ടു 0. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന റിപ്പീറ്റഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഈക്വൽ റൂട്ട് ആണ്, കറക്റ്റ് ആണ്. അസേർഷൻ കറക്റ്റ് ആണ്. റീസൺ നോക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax square plus bx plus c equal to 0 have repeated roots if discriminant d is greater than 0. തെറ്റാണ്. ഡിസ്ക്രിമിനന്റ് ഈക്വൽ ആണെങ്കിലാണ് റിപ്പീറ്റഡ് റൂട്ട്സ് ഉണ്ടാവണം, സെയിം റൂട്ട് ഉണ്ടാവണം, ഈക്വൽ റൂട്ട് ഉണ്ടാവണം. ഡിസ്ക്രിമിനന്റ് 0 ആകുമ്പോഴാണ്. സോ അസേർഷൻ ട്രൂ ആയിരുന്നു, റീസൺ ഫോൾസ് ആണ്. അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. ഓക്കെ, ഇതും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് ഓഫ് എൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 310. ഇതാണ് നമ്മുടെ AP. ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് 310 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ എന്നൊന്ന് പരിശോധിക്കാം. സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ഫോർമുല ഇതാണ്. n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. ഇതിൽ a എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 5 ആണ്. d എന്ന് പറയുന്നത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതും 5 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണ്. 10 ടേംസിന്റെ സമ്മാണ് കൂട്ടേണ്ടത്. അപ്പൊ n 10 ആണ്. Sn ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് കാണാം. n/2, n എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇൻറ്റു 2a, 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. പ്ലസ് n-1, 10 നിന്ന് കുറച്ചാൽ 9 ഇൻറ്റു 5, 9 ഇൻറ്റു 5 എഴുതാം. ഈക്വൽ ടു 5 ഇൻറ്റു ഇത് 45, 45 കൂടി 10 പ്ലസ് 10 എഴുതുമ്പോൾ 55 എന്ന് കിട്ടും. 5 ഇൻറ്റു 55 എന്നാൽ 275 ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അസേർഷൻ തെറ്റാണ്. അസേർഷൻ ഈസ് റോങ്. ഇനി റീസൺ നോക്കാം. സം ഓഫ് n ടേംസ് ഓഫ് an AP is given as Sn equal to n/2 into 2a plus n-1 into d where a is the first term, d is the common difference. കറക്റ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഫോർമുല തന്നെയാണ് റീസണിൽ പറഞ്ഞിരിക്കുന്നത്. സോ അസേർഷൻ റോങ്ങും റീസൺ കറക്റ്റ് ആകുന്ന ഓപ്ഷൻ അത് ഓപ്ഷൻ ഡി ആണ്. അസേർഷൻ ഇൻകറക്റ്റ്, റീസൺ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, സെക്ഷൻ ബിയിലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം. ഇത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആണ്. ഇതുപോലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അതായത് ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിരിക്കുന്നത്. 49x plus 51y equal to 499. രണ്ടാമത്തെ ഇക്വേഷൻ 51x plus 49y equal to 501. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ 49xും 51y ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ഈ 51 ഇപ്പുറത്ത് വന്നു, ഈ 49 ഇപ്പുറത്ത് വന്നു. രണ്ടാമത്തെ ഇക്വേഷനും ഒന്നാമത്തെ ഇക്വേഷനും തമ്മിലുള്ള ഒരു ക്രിസ് ക്രോസ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഒന്ന്, ഈ ഇക്വേഷൻ, ഞാൻ ഈ ഇക്വേഷൻ തന്നെയാണ് രണ്ടും ഇവിടെ എഴുതിയിരിക്കുന്നത്, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് ഇവർ തമ്മിൽ ആഡ് ചെയ്യുക, ഒന്ന് ഇവർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക.
അത് ചെയ്താൽ നമുക്ക് ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ആഡ് ചെയ്യാൻ പോണേ, ഈ രണ്ട് ഇക്വേഷൻ ഇവിടെ പ്ലസ് ചെയ്യാൻ പോണേ, ഇത് തമ്മിൽ പ്ലസ് ചെയ്യാൻ പോണേ. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 49x 51x കൂടി ആഡ് ചെയ്യുമ്പോൾ 100x എന്ന് കിട്ടും. അതുപോലെ 51y 49y കൂടി ആഡ് ചെയ്യുമ്പോൾ 100y എന്ന് കിട്ടും. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1000 എന്ന് കിട്ടും. കണ്ട, ഒരു ക്ലിയർ രീതിയിലേക്ക് വന്നു. ഇത് നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇതിനെ മൂന്നാമത്തെ ഇക്വേഷൻ ആക്കാൻ വരട്ടെ, ഇതിനെ നമുക്കൊന്ന് ചെറുതാക്കാം. കാരണം ഇവിടെ 100 ഉണ്ട്. 100 വെച്ച് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. 100 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യുക, 100 വെച്ച് ഇവിടെയും ഡിവൈഡ് ചെയ്യുക. സോ ഇത് കുറച്ചും കൂടി ഒന്ന് ചെറുതാവും. ശ്രദ്ധിക്കണേ, 100x-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x പ്ലസ് 100y-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 1000-നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10. ഇത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഇത് ഞാൻ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്തു, അതിനെ ഒന്ന് ചെറുതാക്കി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഡിവൈഡ് ചെയ്യണം, അത്രേ ഉള്ളൂ റൂൾ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ 49x-ൽ നിന്ന് 51x കുറക്കാൻ. 49-ൽ നിന്ന് 51 നമുക്കൊരു കാര്യം ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യണതിന് പകരം ഇതാണ് എനിക്ക് സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത്. സബ്സ്ട്രാക്ട് ചെയ്യേണ്ടതിന് പകരം സൈൻ ചേഞ്ച് ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ സൈൻ പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആക്കുന്നു, നെഗറ്റീവ് ആക്കുന്നു, നെഗറ്റീവ് ആക്കുന്നു. ഇനി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പോസിറ്റീവ് 49x-ഉം നെഗറ്റീവ് 51x-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, അപ്പോൾ -2x എന്ന് കിട്ടും. പ്ലസ് ഇവിടെ ശ്രദ്ധിക്കണം, പോസിറ്റീവ് 51y-ൽ നിന്ന് 51y-ഉം -49y-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, അപ്പോൾ പോസിറ്റീവ് 2y ഈക്വൽ ടു ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് 499-ഉം നെഗറ്റീവ് 501-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. സോ അവിടെയും -2 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതാക്കാം. ചെറുതാക്കാനായിട്ട് ഞാൻ ഇത് കണ്ട -2 അല്ല 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. -2 എന്ന് വേണ്ട, 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -2x/2 എന്ന് പറഞ്ഞാൽ -1x പ്ലസ് 2y/2 എന്ന് പറയുമ്പോൾ വെറും y, -2/2 എന്ന് പറഞ്ഞാൽ -1. ഇത് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ ആക്കി എടുക്കാം. ഈ നാലാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷന്റെ അടുത്ത് കൊണ്ടുവന്ന് എഴുതുക. -1x പ്ലസ് y ഈക്വൽ ടു -1. ഇതാണ് നമ്മുടെ നാലാമത്തെ ഇക്വേഷൻ. ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ നോക്കൂ മക്കളെ, പോസിറ്റീവ് ഇത് പോസിറ്റീവ് 1x ആണ്, ഇത് നെഗറ്റീവ് 1x ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 0 ആയി പോകും. അപ്പൊ ഇത് എഴുതണമെന്നില്ല. ഇത് 1y-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 2y എന്ന് കിട്ടും. 10-ഉം -1-ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് 9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ y-യുടെ വാല്യൂ നമുക്ക് കിട്ടി 9/2. ഇനി ഏതെങ്കിലും ഇക്വേഷനിൽ ഇത് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഈ മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഇട്ട് കൊടുക്കാം. x പ്ലസ് y ഈക്വൽ ടു 10 ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാനായിട്ട് 10 മൈനസ് y. ഞാൻ ഈ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് ഇങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ y-യുടെ വാല്യൂ നമുക്ക് കിട്ടി 10 മൈനസ് 9/2. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 10 20 മൈനസ് 1 × 9 9 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 11/2. നമ്മുടെ ആൻസർ രണ്ടും ഇതാണെന്ന് എടുത്ത് എഴുതാം. x ഈക്വൽ ടു 11/2, y ഈക്വൽ ടു 9/2. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫോർ വാട്ട് വാല്യൂ ഓഫ് k 2x plus 3y equal to 4 and k plus 2 into x plus 6y equal to 3k plus 2 will have infinitely many solutions. രണ്ട് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന് ഇൻഫിനിറ്റ്ലി നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷനെ അങ്ങനെ തന്നെ എഴുതുക. 2x plus 3y equal to 4 ഒന്നാമത്തെ ഇക്വേഷൻ, k plus 2x plus 6y equal to 3k plus 2 അത് ഇവിടെയും എഴുതി. രണ്ട് ഇക്വേഷൻ എഴുതി. ഇതിനൊന്ന് സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് ആക്കാം. അതായത് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇതിനെ രണ്ടിനെയും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് രൂപത്തിലേക്ക് ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എഴുതി. ഈക്വൽ ടു 0 ആക്കാൻ. ഇത് ഇപ്പുറത്ത് വരുമ്പോൾ -4, ഇത് ഇപ്പുറത്ത് വരുമ്പോൾ രണ്ടിനും മൈനസ് വരും. -3k -3 ഇനി ഇതിൽ a1 ഏതാണ്? എക്സിന്റെ കൂടെ കിടക്കുന്ന ആളാണ് a1. ഇവിടത്തെ എക്സിന്റെ കൂടെ കിടക്കുന്ന ആളാണ് a2. ഇനി b1 ഏതാണ്? ഇവിടത്തെ y-യുടെ കൂടെ കിടക്കുന്ന ആളാണ് b1. ഇവിടത്തെ y-യുടെ കൂടെ കിടക്കുന്ന ആളാണ് b2. ഇനി അടുത്ത ചോദ്യം, c1 ഏതാണ്? c1 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് പാർട്ട്. അത് ഈ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവും കൂടി എടുത്തേക്കണം. -4 ആണ് ഇവിടത്തെ c1, -3k -2 ആണ് ഇവിടത്തെ c2. ഓക്കെ, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടാകാനുള്ള കണ്ടീഷൻ ഇതാണ്. a1/a2-ഉം b1/b2-ഉം c1/c2-ഉം ഈക്വൽ ആയിരിക്കും. അപ്പൊ a1 ഇതാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതാം.
ഇതാണ് A1, ഇതാണ് A2, ഇതാണ് B1, ഇതാണ് B2, ഇതാണ് C1, ഇതാണ് C2. ഓക്കെ, നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ രണ്ടെണ്ണം അപ്ലൈ ചെയ്ത് നോക്കാം. A1/A2 അതായത് 2/K+2 ഈക്വൽ ടു B1/B2 3/6. 3/6 എന്ന് പറഞ്ഞാൽ ഇത് കട്ട് ചെയ്തു 1/2 എന്നിട്ട്. ഓക്കെ, നമുക്ക് K/2 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ശ്രദ്ധിക്കണേ, K/2 ഇങ്ങോട്ട് വരുന്നു, 2 ഇപ്പുറത്തേക്ക് വരുന്നു. 2 × 2 4 ഈക്വൽ ടു K+2 × 1 K+2 തന്നെ. K ഈക്വൽ ടു ഈ 2 ഇപ്പുറത്തേക്ക് വരും, 4 - 2 എന്ന് പറഞ്ഞാൽ K ഈക്വൽ ടു 2 ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് B1/B2 ഈക്വൽ ടു C1/C2 ഒന്ന് അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. B1/B2 എന്ന് പറഞ്ഞാൽ 3/6 ഈക്വൽ ടു -4 ഉണ്ട് കേട്ടോ, -3K -2. മൈനസ് ഉണ്ടെങ്കിൽ എടുത്തിരിക്കണം, ഉറപ്പായിട്ടും എടുത്തിരിക്കണം. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്ത് പോകും, 1/2 എന്ന് കിട്ടും. ഇത് ഇങ്ങോട്ട്, ഇത് അങ്ങോട്ട്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. അപ്പൊ -3K -2 ഇപ്പുറത്തേക്ക് വരുന്നു, -3K മൈനസിന്റെ മൾട്ടിപ്ലൈ ചെയ്താണ് വരുന്നത്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നുമായിട്ട് മൾട്ടിപ്ലൈ ആണ്, സൈൻ ഒന്നും ചേഞ്ച് ചെയ്യാൻ പാടില്ല. -3K -2 ഈക്വൽ ടു ഈ 2 അപ്പുറത്ത് നിന്ന് 2 × -4 എന്ന് പറഞ്ഞാൽ -8. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. -3K ഈക്വൽ ടു -8 + 2 അപ്പോൾ കിട്ടുന്നത് -6. അതായത് -3K ഈക്വൽ ടു -6, K ഈക്വൽ ടു ഈ -3 ഇപ്പുറത്ത് വരുന്നു, -6/-3 ദാറ്റ് ഈ മൈനസും മൈനസും കട്ട് ചെയ്ത് പോകും, 2 എന്ന ആൻസർ കിട്ടും. നമുക്ക് ഈ രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ട കാര്യമില്ല, ചിലർക്ക് അതിലൊരു സംശയം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. Kയുടെ വാല്യൂ 2 ആണെങ്കിൽ ഇതിന് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആയിരിക്കും. ഓക്കെ, അയച്ചു തന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 1, 2, 3 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതിൽ ഒരെണ്ണം ഓർ ക്വസ്റ്റ്യൻ ആണ്, അത് ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. അടുത്തൊരു വീഡിയോയിൽ നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ താഴെ അവിടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് എഴുതി ചോദിക്കാവുന്നതാണ്. സമയം പോലെ ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി ഒരു വീഡിയോ ആയിട്ട് തരുന്നതാണ്. ഓക്കെ.